കാസ്റ്റുള്ളവരൊഴികെയുള്ള എല്ലാവരും അതിൽ വരും. അപ്പൊ നമ്മളോട് നിങ്ങൾക്കല്ലേ സംവരണം എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സംവരണം ഉണ്ട്. 10% സംവരണമുണ്ട്. അതിൻ്റെ വസ്തുത പരിശോധിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ചില സമുദായങ്ങളൊക്കെ അതിനെതിരെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, നമ്മൾ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ എത്രയോ ജനങ്ങളുണ്ട്, അതിൻ്റെ 100-1 പേരൊക്കെ ഇവിടെ ഇരിക്കണുള്ളൂ, 100-150 പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുള്ളൂ. നമുക്ക് എത്രമാത്രം ചോദിക്കാൻ കഴിയും? പുത്തമ്പേരിക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 1000-ഓളം വരുന്ന പഞ്ചായത്തുകൾ, അതേപോലുള്ള മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് വിചാരിച്ചാൽ മതി. അതിൽ കേവലം നിസ്സാര ജനങ്ങളെ ഉള്ളൂ. എങ്ങനെ ചോദിക്കും? മറ്റ് സമുദായങ്ങളുടെ സ്ഥിതി അതല്ല. അവരെല്ലാ പഞ്ചായത്തിലുമുണ്ട്. അവർക്ക് കേരളത്തിൽ ഒറ്റ രൂപത്തിലുള്ള ഒരു ചരടിൽ കോർത്തതുപോലെയുള്ള ഒരു സംഘടനയുണ്ട്. സംഘടനയ്ക്ക് നേതൃത്വമുണ്ട്. അവരത് ചോദിക്കും. അവർ ചോദിക്കാൻ തുടങ്ങിയത് ഇതാണ്: മെഡിസിൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതി പാസ്സായ കുട്ടി, ഈ കാര്യങ്ങളൊന്നും വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്കിവിടെ പറഞ്ഞു തീർക്കാവുന്നതല്ല. ധാരാളം കാര്യങ്ങളുണ്ട്. കുറച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുക. മെഡിക്കൽ എൻട്രൻസ് കിട്ടി പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണം എടുക്കുമ്പോൾ നമ്മുടെ കേട്ടോ, നമ്മളാരും നോക്കിയിട്ടില്ല, നമ്മൾ പോകുന്നില്ല, നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയാണ് കാരണം. അത് വേറെ പറയേണ്ടതാണ്. ഈ പറഞ്ഞ EWSൽ കണക്കിൽ കൂടുതൽ ആളുകൾ മെഡിസിനും എൻട്രൻസിനും സീറ്റ് നേടിയിരിക്കുന്നു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഒരു 2 വാക്ക് പറഞ്ഞത് VT ബൽറാമാണ്. അറിയാലോ VT ബൽറാം? എല്ലാവരും നമ്മുടെ ആളുകളാട്ടോ. നമ്മൾ ഈ പ്രത്യേക സ്ഥിതിയിൽ KPMSൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അപ്പം തന്നെ അപ്പുറത്ത് നിന്നും അടുത്ത ആൾ അതിനെ ചോദ്യം ചെയ്യാനുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ചോദ്യം ചെയ്യാൻ നമുക്കിടയിൽ ആളുകളില്ല. അല്ലെങ്കിൽ സംഘടനയിൽ ഒറ്റയ്ക്കുള്ള ഒരു സംഘടനയായി നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അഥവാ അങ്ങനെ സാധിച്ചാൽ അതിന് ഇന്നത്തെ ഭരണകൂടം സമ്മതിക്കുകയില്ല. അതാണ് സ്ഥിതി. അപ്പം ഇനി നമുക്ക് ഞാൻ സൂചിപ്പിച്ചത് EWS എന്ന പേരിൽ സമൂഹത്തിലുള്ള മിക്കവാറും എല്ലാ സമുദായങ്ങൾക്കും സംവരണം ലഭിച്ചു കഴിഞ്ഞു. ഇവരിൽപ്പെട്ട ആളുകൾ ഈ സംവരണത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ KPMSൽ സംസാരിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വിവേചനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിവേചനം ഇത്തരം ചില സ്ഥലങ്ങളിലുള്ളൂ. അല്ലാത്തതുകൊണ്ട് എൻ്റെയും സന്തോഷേട്ടൻ്റെയൊക്കെ സുഹൃത്തുക്കളെയൊക്കെ പരിശോധിച്ചാൽ സമൂഹത്തിലെ നാനാതുറയിലുള്ള അവിടെ ഒന്നുമില്ല. അതാണ് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ അല്ലേ? അങ്ങനെയല്ലേ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഉള്ളത് ഇവിടെയാണ്. ഇത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ പറയാണ് ഇതുണ്ട്, ഇത് പാടില്ല എന്ന്. അതെങ്ങനെ ഇല്ലാണ്ടാവുക? അതങ്ങനെ ഇല്ലാണ്ടാവില്ല. നമുക്കിടയിൽ ഇല്ലാണ്ടാവും. മറ്റുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അതുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾ വിചാരിക്കും ഇത് SC/ST വിഭാഗങ്ങൾക്ക് നേരെയാണ്. നല്ല ഈഴവർക്ക് നേരെയുണ്ട്. നമ്മൾ അറിഞ്ഞോ? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ PSC പരീക്ഷ എഴുതി ജയിച്ച് പോസ്റ്റിംഗ് ഓർഡർ ലഭിച്ച ബാബു നമ്മുടെ ആളല്ലല്ലോ. ആണോ സന്തോഷേട്ട? അല്ല, നമ്മുടെ ആളാണ്. കണ്ടോ, ഈ വാക്കുകൾ പ്രശ്നമാണ്. നമ്മുടെ ആളാണ്. എല്ലാ മനുഷ്യരും നമ്മുടെ ആളുകളാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക രീതി വരുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന് അത് കൊടുക്കില്ല. അത് വിവേചനമാണ്. പക്ഷെ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടോ? എന്തുകൊണ്ടില്ല? കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ അവിടെയുള്ള സാമൂഹ്യ സംഘടന, കരുത്തരായ നേതാക്കളുള്ള, ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തതുപോലെ അയ്യങ്കാളിയുടേതുപോലുള്ള കൈക്കരുത്തോ മെയ്ക്കരുത്തോ അല്ല. അത് തിരിച്ചറിയണം. സംഘടനാ ബലമുള്ള, സാമ്പത്തിക പിന്തുണയുള്ള SNDP ആണ് അദ്ദേഹത്തിൻ്റെ മാതൃസംഘടന എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് പോയിട്ടോ? അതൊരു ചർച്ചയായി മാറിയതേ ഉള്ളൂ. അങ്ങനെ എത്ര അപ്പം അതിന് കാരണമായിട്ട് വായിജ്യർ സമുദായം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കുള്ള പരമ്പരാഗത തൊഴിലാണിത്, ആ തൊഴിലിൽ വേറൊരാൾ വന്നാൽ ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത്. അതാണ് കാര്യം. ഇത് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനും സൂചിപ്പിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ എത്ര സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ നാട്ടിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. കണ്ടിരിക്കോ? ഇദ്ദേഹം ഏത് സംവിധായകനെയാണ് സൂചിപ്പിച്ചത്? ഡോക്ടർ ബിജുവിൻ്റെ സിനിമകളാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പിന്നാമ്പുറം അതിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിച്ചെടുക്കണം. അതിൻ്റെ കാരണം എന്താ? അടൂർ ഗോപാലകൃഷ്ണന് സിനിമ പിടിക്കണമെങ്കിൽ പണം വേണം. അത് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല.
ഗവൺമെൻറ് കൊടുത്തിട്ടില്ല, നിർമ്മാതാക്കൾ ചെല്ലുന്നില്ല. കാരണം ജനപ്രീതിയുള്ള സിനിമ പിടിച്ചാലേ പണം തിരിച്ചു കിട്ടുള്ളൂ. അപ്പോഴാണ് ഇപ്പുറത്ത് 1.5 കോടി രൂപ കൊടുക്കുന്നു. പത്രവാർത്ത വായിക്കുമ്പോൾ നമ്മൾ കരുതും അത് ഈ പിന്നോക്ക വിഭാഗത്തിനും അല്ല, എല്ലാ വിഭാഗത്തിനുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുൻപ് മിനി പൂങ്കോട്ടിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് അടൂരിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ഈ 1.5 കോടി രൂപ കൊടുത്തു. സിനിമയും കണ്ടിട്ടുണ്ട്, ബിജുവിൻ്റെ സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സിനിമകൾ ആരുടെ കഴിവുകൊണ്ടുണ്ടാകണതാണ്? ആ സിനിമ ഉണ്ടാകുന്നത് ക്യാമറമാൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജു പിടിച്ച സിനിമ നല്ലതാണ്. ആ നല്ലത് കാഴ്ചയ്ക്കുള്ള ഭംഗി സംവിധായകൻ്റെ മിടുക്കല്ല, ക്യാമറമാൻ്റെ മിടുക്കാന്നാണ്. എങ്ങനെയുണ്ട്? അത് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സിനിമ പപ്പുവ ന്യൂഗിനിയ എന്ന വളരെ ചെറിയ ഒരു ദ്വീപ സമൂഹത്തെക്കുറിച്ച്, അവിടുത്തെ ജനവിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്ത സിനിമ ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. കഴിവിനുള്ള അംഗീകാരം അവിടെ ലഭിക്കുന്നു എന്നർത്ഥം. ഇനി ഇദ്ദേഹം എന്ത് പറയും? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ വാക്കുകൾക്കിടയിൽ വായിച്ചാൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇവർക്ക് പരിശീലനം കൊടുക്കണം. അത്രയേ ഉള്ളൂ കാര്യം. അത് ഇന്നലെ ഉണ്ടായതല്ല. അതായത് ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഒരു കുട്ടി, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി, അവൻ പഠിച്ചേക്കണത് അവൻ്റെ കഴിവുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നല്ല, പൊതുസമൂഹത്തിലുള്ള ആരായാലും. അപ്പം അധ്യാപകർ പറയും അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിലൊരു അഭിമാനമുണ്ട്. അതിൽ താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങൾ ഏതെങ്കിലും സിനിമ പിടിച്ചാൽ അതിന് ഒരു ഗുരുസ്ഥാനത്ത് ഒരാളെ കാണിച്ചു കൊടുക്കണം. ആ ഗുരു ആരായിരിക്കണം? മുകളിലുള്ള ആളായിരിക്കണം. അത്രേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാത്തവരൊന്നും സിനിമ പിടിക്കാൻ തയ്യാറല്ല. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. നേരത്തെ ഒരു കാര്യം കൂടി അതിനൊപ്പം പറയാം. ഇപ്പം മെഡിസിൻ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നമ്മുടെ കുട്ടികൾ പുറകിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? ഈ മെഡിസിനും എഞ്ചിനീയറിംഗും എൻട്രൻസ് പരീക്ഷ എഴുതി വിജയിക്കണമെങ്കിൽ ആ കുട്ടിയെ ഒന്നുകിൽ പാലയിൽ, അതല്ലെങ്കിൽ വാരിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ, അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനത്തിൽ ചേർക്കണം. എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്ന ചെലവ് എത്രയാണ്? അത് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അത്രയും ദൂരെ ചെലവ് മാത്രമല്ല, ഒരുപക്ഷെ ചെലവിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ് തന്നാൽ പോലും ആ കുട്ടിക്ക് അവിടെ ഹോസ്റ്റലിൽ പഠിച്ച് താമസിക്കുമ്പോഴുള്ള ഭക്ഷണ ചെലവ്, വസ്ത്രം, യാത്രാ ചെലവ്, ട്യൂഷൻ ചെലവ്, അത് കൂടാണ്ട് ട്യൂഷനുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് ഓൺലൈൻ ട്യൂഷനുണ്ട്. അതിലൊക്കെ ഫീസ് കേട്ടാൽ ഞെട്ടും. അത് കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് നമുക്ക് മത്സരിച്ച് കയറുന്നതിൽ പിന്നോട്ട് വരുന്നു. കഴിവ് കുറഞ്ഞിട്ടല്ല, സാഹചര്യം അതാണെന്നുള്ളതാണ്. ആ സാഹചര്യത്തിനാണ് നമുക്ക് തന്നിട്ടുള്ള ആനുകൂല്യമല്ല, അവകാശമാണ് റിസർവേഷൻ. ഏതാണ് ആ സാഹചര്യം? ആ സാഹചര്യം സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയല്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റിൽ എൻ്റെ ജോലിയുടെ ശമ്പളം അത് വരുമാനമായി റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടേ ചെന്നാൽ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ളവരുടെ മക്കൾക്ക് ചില സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ബാർ വെച്ചേക്ക് 2.5 ലക്ഷത്തിന് മുകളിലുള്ളവർ ഈ ഗ്രാൻസ് പോർട്ടലിൽ ഉൾപ്പെടെ അതുണ്ട്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളിൽ അവിടുത്തെ ഒരു ചോദ്യം അതാണ്. ഈ ഗ്രാൻസിൻ്റെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് എത്ര, വരുമാനം എത്ര. അപ്പോൾ വരുമാനം എന്തെങ്കിലും എഴുതിയാൽ പോരാ, വരുമാനത്തിൻ്റെ പ്രോപ്പർ ഡാറ്റ കൊടുക്കണം, ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ തന്നെ അതിൽ 3 കോളം വരികയാണ്. 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർ, 2.5 ലക്ഷത്തിൽ മേലെ വരുമാനമുള്ളവർ, 2.5 ലക്ഷത്തിൽ താഴെയുള്ള അന്യസംസ്ഥാനക്കാരൻ, 2.5 ലക്ഷത്തിൽ മേലെയുള്ള അന്യസംസ്ഥാനക്കാരൻ. ഇതിലേതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണേ? 2.5 ലക്ഷത്തിൽ കൂടുതലുള്ളത്. ഇനി സ്കൂളിൽ നിന്ന് എത്ര കിലോമീറ്റർ? അപ്പോൾ 2.5 ലക്ഷത്തിൽ കൂടുതലുള്ളത് എന്തിനാ ചോദിച്ചേ? അത് 2.5 ലക്ഷത്തിൽ താഴെയുള്ളവൻ്റെ ആ ആനുകൂല്യമല്ല കൊടുക്കുക. അത് ശരിയല്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. അത് ശരിയല്ല. ഈ സമൂഹം 1 or 2 പേര് ഇപ്പോഴും പറയുന്നത് നമ്മളെ പറ്റിക്കുകയാണ്. ഇവിടെ എല്ലാവരും ജോലിയൊക്കെ കിട്ടി, വലിയ വീട് വെച്ച്, വലിയ താമസ സൗകര്യങ്ങളായി. എന്താണ്? എത്ര പേർ? എണ്ണിയെടുക്കാവുന്ന, വിരലിലെണ്ണാവുന്ന 3 or 4 പേര്, 5 or 10 പേര്. അതിൽ കൂടുതലൊന്നും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടില്ല. എന്തുകൊണ്ട്? അത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അതാണ് തിരിച്ചറിയേണ്ടത്. കഴിവുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ നീന്തി തന്നെയാണ് ഇത്രയും കാലം നമ്മൾ മുന്നോട്ടേക്ക് പോയത്. ആ കഴിവ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളിൽ വീണുപോകരുത്.
പൊതുസമൂഹത്തിൽ നിന്ന് അകന്നു പോകരുത്, പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്, വ്യത്യസ്ത ചിന്താഗതികളുള്ളവരാണ്. അതുണ്ടാകുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനുള്ള പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ് നോക്കുക, ആദരിക്കപ്പെടുന്ന ആളുകളെ നോക്കുക. അത് ഒരു വലിയ സ്ഥാനമാണെന്ന് പറയാം. പക്ഷേ കമ്പയർഡ് ടു അതർ കമ്മ്യൂണിറ്റീസ്, മറ്റുള്ള സമൂഹങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടേത് തുലവും ചെറുതും കുറവുമാണ്. അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിനിപ്പോഴേ തയ്യാറെടുക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് മാർക്ക് വാങ്ങണം. ആ മാർക്ക് വാങ്ങിയാൽ അത് പ്രയോജനപ്പെടുത്താൻ കൂടി അവരെ പഠിപ്പിക്കണം. പലപ്പോഴും അക്കാഡമിക് കാര്യങ്ങളിൽ കുട്ടികൾ മികച്ച നിലവാരം പുലർത്തുന്നവരാണ്, പക്ഷേ അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിന്നുപോകരുത്. ഏത് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഈ ഔപചാരിക വിദ്യാഭ്യാസം നേടിയാണ് പോവുക. ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ, 10 കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സ്, അത് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് എന്നിങ്ങനെ പോവുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ പഠിത്തം, ഈ പഠിച്ച അറിവുകളെ പ്രയോജനപ്പെടുത്തുന്ന പഠിത്തം അതിനുശേഷമാണ് നടക്കേണ്ടത്. അത് നടത്താനുള്ള സാമൂഹ്യ പശ്ചാത്തലം ഇപ്പോഴും നമുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്. പുരാണങ്ങൾ, ഉദാഹരിക്കുന്ന പുരാണങ്ങൾ എടുത്താൽ അറിയാം. അവിടെ മഹാഗുരു, ടീച്ചർ, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയാവുന്ന അന്നത്തെ വിദ്യ അല്ല ഇന്നത്തെ വിദ്യ. അന്നത്തെ വിദ്യ ആയോധന കലയാണ്. ആയോധന കല പഠിപ്പിക്കുന്ന ടീച്ചർ, ദ ഗ്രേറ്റ് ടീച്ചർ ദ്രോണാചാര്യ പുരസ്കാരമാണ് കായിക ലോകത്ത് പരിശീലകർക്ക് കൊടുക്കുന്നത്. ദ്രോണർക്ക് അവാർഡ് കൊടുക്കുക, ദ്രോണരുടെ പേരിലാണ് കൊടുക്കുക. ദ്രോണരുടെ അത്ര സമർത്ഥനായ അധ്യാപകൻ ഇല്ല എന്നാണ് ആര് പറയുന്നത്? എല്ലാവരും പൊതുവിൽ പറയുന്നു ഞാനാണ് ദ്രോണരെങ്കിൽ ദ്രോണരും പറയുന്നു ഞാൻ തന്നെയാണ് മികച്ച അധ്യാപകൻ, ഞാനില്ലാതെ ഇവിടെ ഒരു ശിഷ്യന്മാരും വളരാൻ പോകുന്നില്ല. അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ആയോധനാഭ്യാസ മുറകളെല്ലാം അർജുനനെ പഠിപ്പിക്കുകയാണ്. അർജുനനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അർജുനനെ പഠിപ്പിക്കുന്നു, പഠനമൊക്കെ പൂർത്തിയാക്കി. അപ്പോഴും അവിടെ എന്തുണ്ട്? പഞ്ചമിയെ പോലെ, നമ്മുടെ അയ്യങ്കാളിയെ പോലെ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത ഏകലവ്യൻ ദ്രോണാചാര്യരുടെ അടുത്ത് ശിക്ഷ്യപ്പെടാൻ വരികയാണ്. ചേർക്കില്ല, ഗുരുകുലത്തിൽ പ്രവേശനമില്ല, ശൂദ്രൻ്റെ കുട്ടിക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് മനസ്സിൽ അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഏകലവ്യൻ പരിശീലനം നടത്തുകയാണ്. ആ പരിശീലനം വഴി സിദ്ധിച്ച എല്ലാ അറിവുകളും കണ്ടുബോധ്യപ്പെടണമെന്ന് ദ്രോണർ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അർജുനനിലുള്ള പ്രത്യേക കഴിവ്, ശബ്ദം കേട്ട് മറഞ്ഞിരിക്കുന്ന നായയുടെ വായിലേക്ക് 7 അമ്പുകൾ ഒരുമിച്ച് അമ്പെയ്യാൻ അർജുനന് സാധിക്കും. അതിലും സമർത്ഥമായി നായയുടെ ശ്വാസോച്ഛ്വാസം കേൾക്കുമ്പോൾ തന്നെ അമ്പെയ്യാനുള്ള കഴിവ് ഏകലവ്യനുണ്ട്. മത്സരിച്ചാൽ അർജുനൻ തോൽക്കും എന്നുള്ളിടത്ത് കഥ തീരുന്നില്ല. അർജുനൻ തോറ്റാൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അർജുനന്റെ മികവിൽ ആ 5 പേരുടെ ഭാര്യയായി പാഞ്ചാലി ദ്രുപദ രാജാവിൻ്റെ പുത്രി വരണം. പാഞ്ചാലിക്ക് അവിടെ ബെറ്റ് വയ്ക്കണം, ഗാംബ്ലിംഗ് നടത്തണം. എന്ന് പറഞ്ഞാൽ എന്താണ്? പാഞ്ചാലിക്ക് അവിടെ പറയുന്നത് എന്താ? ഈ മത്സരത്തിൽ വിജയിക്കണം എന്നാ. താഴെ കാണുന്ന കണ്ണാടിയിൽ അല്ലെങ്കിൽ ജലത്തിൽ റിഫ്ലക്ഷൻ, പ്രതിഫലനം നോക്കി മുകളിൽ കറങ്ങുന്ന യന്ത്രപക്ഷിയുടെ കണ്ണ് അമ്പെയ്ത് പൊള്ളിക്കുന്ന ആളാണ് വിജയി. ഈ മത്സരത്തിൽ ഏകലവ്യൻ പങ്കെടുത്താലോ ഏകലവ്യന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏകലവ്യന് മുൻതൂക്കം വരും. ഏകലവ്യനെ അപ്പം തന്നെ അവസാനിപ്പിച്ചു. എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി ചോദിച്ചു, കൊടുത്തു, തീർന്നു. ഇനി അദ്ദേഹത്തിന് അവിടെയും തീരുന്നില്ല. അവിടെ നിന്ന് മത്സരത്തിലേക്ക് വരെ അർജുനനേക്കാൾ കരുത്തനായ, അതിശക്തനായ മറ്റൊരു ആയോധന കലയിൽ നൈപുണ്യം തെളിയിച്ച ഒരാൾ അപ്പുറത്തുണ്ട്. ആരാണ്? കർണൻ. കർണൻ വാസ്തവത്തിൽ കുന്തിപുത്രനാണ്, സൂര്യദേവന്റെ മകനാണ്. കർണൻ മത്സരത്തിൽ പങ്കെടുത്താൽ അർജുനന് വിജയിക്കാൻ കഴിയില്ലെന്നുള്ളത് 100% ഉറപ്പ്. അന്നേരം അവിടെ ഉയർന്നു വന്ന ആ പ്രതിരോധ മാർഗം, അല്ലെങ്കിൽ ഒരാളെ മാനസികമായി കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം, എവിടെയൊക്കെ ഈ ജാതി ഉന്നയിക്കപ്പെടുന്നുണ്ടോ ആ എതിർപക്ഷത്തുള്ള ആൾക്ക് മറ്റൊരായുധവും അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ ഒരു ആയുധം നമുക്ക് നേരെ പ്രയോഗിക്കാനില്ല എന്നവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ആയുധം വരുന്നത്. അവിടെ ഉയർന്നു വന്ന ജാതിയാണെന്ത്? സൂതപുത്രന് മത്സരിക്കാൻ അവസരമില്ല.
സൂര്യപുത്രനെ സൂതപുത്രനാക്കി മാറ്റുന്ന സൂര്യപുത്രനെ എടുത്തു വളർത്തിയതാണ് സൂതപുത്രൻ. സൂതപുത്രനായതുകൊണ്ട് കർണന് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഇത് തന്നെയാണ് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. കീഴാള ജനവിഭാഗമെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര പേരുകളാണ്, ദലിതർ, ഹരിജനങ്ങൾ, പട്ടികജാതിക്കാർ, അങ്ങനെ നിരവധി പേരുകളാണ്. ഈ പേരിലുള്ളവർക്ക് കഴിവില്ല എന്നല്ല, കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് പൊതുസമൂഹം.